എൻ്റെ പേര് ജമുന. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും അബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. നാട്ടിൽ കംഫർട്ടബിളാണ്, ഈവൻ ദോ ഒന്ന് പോവാം എന്നുള്ള ഒരു ചിന്ത വന്നപ്പം ഞാൻ പല ഏജൻസികളും സെർച്ച് ചെയ്തു. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് ഡെറിക് ജോൺ സജസ്റ്റ് ചെയ്തത്. കാരണം നല്ല റിവ്യൂസും എല്ലാം കണ്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയോ വർഷം എക്സ്പീരിയൻസ്, ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിയാണ്, സോ റിസ്ക് എടുക്കണ്ട, ഈ ഏജൻസി തന്നെ സെലക്ട് ചെയ്തോളൂ എന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡെറിക് ജോൺസിലേക്ക് എത്തിയത്. അങ്ങനെ ഞാൻ ഡെറിക് ജോൺസിൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് മുതലേ എല്ലാ സ്റ്റാഫും നല്ല കോപ്പറേഷൻ ആയിരുന്നു. നമ്മൾ എപ്പോൾ ഡൗട്ട്സ് ചോദിച്ചാലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഏത് സമയത്ത് വിളിച്ചാലും അവർ അവൈലബിൾ ആയിരുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് IQ എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറി എക്സാം, അതിന് വേണ്ടിയിട്ട് കോച്ചിങ് തന്നത് മെയിനായിട്ട് അശ്വതി മാം ആയിരുന്നു. അശ്വതി മാം, ദെൻ ഒരു നയൻതാര മാം ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ക്ലാസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓൺലൈൻ ക്ലാസ്സൊക്കെ പക്കയായിരുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ തരുമായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തില്ല. ഇപ്പം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാനേ ടൈം കിട്ടാറില്ലായിരുന്നു. അപ്പം ഞാൻ പലതും ചെയ്യാറില്ല. അപ്പം മാം വിളിച്ച് ചോദിച്ചിട്ട് എന്താ ചെയ്യാത്തത്, അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അവർ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമായിരുന്നു. ഈവൻ എക്സാം ഡേയുടെ അന്ന് പോലും ഞാൻ ഡൗട്ട് ചോദിച്ച് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നു. ഏത് സമയത്തും നല്ല ക്ഷമയോടുകൂടി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇവിടെ എല്ലാ സ്റ്റാഫിനും ഉണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും, ഇപ്പോൾ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിലൊക്കെ ആണെങ്കിലും അവർ നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പ്രാക്ടിക്കൽ എക്സാം എനിക്ക് മെയിലാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് വേണ്ടി വന്നിരിക്കുകയാണ്. പ്രാക്ടിക്കലിൻ്റെ ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ഞാൻ 2 മാസം കംപ്ലീറ്റ് ചെയ്തു. 2 മന്ത്സ് ഞാൻ ക്ലാസ്സിൽ കയറി പക്കയായതിന് ശേഷം ഞാൻ പ്രാക്ടിക്കൽ ഡയറക്റ്റ് വന്ന് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് മുതലേ എല്ലാ സ്റ്റാഫും നല്ല കോപ്പറേഷനായിരുന്നു. അവർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും, എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം മെയിൻലി എനിക്ക് ഒരു സാൻഡ്ര മാമിനോടാണ് നന്ദി പറയാനുള്ളത്. ആളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു സേ ബിഗ് താങ്ക്സ് ടു ഹർ. ബാക്കി എല്ലാ സ്റ്റാഫും, ഇപ്പം മെഹറുന്നീസ എന്ന് പറഞ്ഞൊരു സ്റ്റാഫാണ് ഇപ്പം എന്നെ നോക്കുന്നത്, വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ. ആളാണെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെയിൽ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നന്നായി ചെയ്തു തരുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രാക്ടിക്കൽ സെക്ഷൻ ഇവിടെ വന്നിരിക്കുകയാണ്, പ്രാക്ടിക്കൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ 10 സ്റ്റേഷൻസും നല്ലപോലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മിസ്റ്റേക്സ് വന്ന് റിപ്പീറ്റായിട്ട് ചെയ്യിപ്പിക്കും. അതിനുള്ള ഒരു ക്ഷമയും അവർ കാണിക്കുന്നുണ്ട്. ഞാനൊക്കെ തിയറി എല്ലാം കഴിഞ്ഞ് കോളേജസിൻ്റെ കഴിഞ്ഞിട്ട് 15 ഇയേഴ്സായി. സോ എല്ലാ ടച്ചും വിട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സിനാരിയോസ് ഒന്നും ഡീൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറേ ഇല്ല. അപ്പം ഇതൊക്കെ എനിക്കൊരു ഫ്രഷ് സിനാരിയോ പോലെ തോന്നുന്നത്. പക്ഷേ ചെറിയ കുട്ടികളെ എങ്ങനെ കോളേജിൽ നമ്മളെ പഠിപ്പിക്കുമോ അതേപോലെ അവരിവിടെ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരികയും അത് പ്രാക്ടിക്കലായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. സോ ഐ തിങ്ക് ഐ ക്യാൻ ക്ലിയർ മൈ എക്സാം. സോ താങ്ക്സ് ടു ഡെറിക് ജോൺസ്.